ടൂറിസം വകുപ്പ് വിളിച്ച യോഗം മദ്യനയം ചർച്ച ചെയ്യാനായിരുന്നില്ല എന്ന വിശദീകരണവുമായി ടൂറിസം ഡയറക്ടർ തലത്തിൽ ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാനാണ് യോഗം ചേർന്നത്. വിവിധ മേഖലകളിലെ 7 സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗമെന്നാണ് വിശദീകരണം. അതേസമയം യോഗത്തിലേക്കുള്ള ക്ഷണക്കത്തിൽ മദ്യനയ മാറ്റമാണ് അജണ്ട എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ മദ്യനയം അനുകൂലമാക്കുന്നതിന് പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ മദ്യനയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. എന്നാൽ മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു. യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കിൽ ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ഇതിൽ പറയുന്നത് മദ്യനയം ചർച്ച ചെയ്യാൻ ആണ് ഈ യോഗം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ടൂറിസം ഡയറക്ടർ ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല എന്നുള്ളതാണ്. ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം 7 സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ നയമോ അതല്ലെങ്കിൽ നയവുമായി ബന്ധപ്പെട്ട ശുപാർശകളോ അഭിപ്രായങ്ങളോ യോഗത്തിൽ ഉയർന്നിട്ടില്ല എന്നും ടൂറിസം വകുപ്പിന്റെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. ഉന്മേഷ്, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.